സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDFിന്റെ സ്ഥാനാർത്ഥി ടി സിദ്ദീഖ് വിജയിക്കും. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 5 വർഷക്കാലത്ത് MLA എന്നുള്ള നിലക്ക് സാധാരണക്കാരുമായി വിഷയങ്ങൾ വരുമ്പോൾ അത് ഇടപെട്ടുകൊണ്ട് അത് പരിഹാരമുണ്ടാക്കാൻ രാപകൽ പ്രവർത്തിച്ച നേതാവാണ് ടി സിദ്ദീഖ്. അദ്ദേഹം 5 വർഷക്കാലത്ത് MLA എന്നതൊക്കെ പരിശോധിച്ചാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും തോട്ടം തൊഴിലാളികളുടെയും ജനങ്ങളുടെയും വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഇടപെടുകയും അത് പരിഹാരമുണ്ടാക്കാനും നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് സജീവമായി പങ്കാളിത്തം വഹിച്ച ഒരു MLA ആണ് ടി സിദ്ദീഖ്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വിഷയം, മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യം രാത്രി 3 മണിക്ക് അവിടെ ഓടിയെത്തുകയും ആ വിഷയങ്ങൾ ഉണ്ടായ അന്നു മുതൽ അവിടെ നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ കണ്ടതാ. ഒരു MLA ഏത് വിധത്തിൽ ഒരു പ്രയാസമുണ്ടാവുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് കാണിച്ച ഒരു MLA ആണ് ടി സിദ്ദീഖ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, വയനാടിൻ്റെ വികസനം, ഏറ്റവും അടുത്ത് നടന്നുകൊണ്ട് ബൈപ്പാസിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നം വരുമ്പോൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം തന്നെ ഓടിയെത്തി അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു MLA ആണ് ടി സിദ്ദീഖ്. അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ മത്സരിക്കാനുള്ള ഒരു അനുമതി കോൺഗ്രസ് പാർട്ടിയും UDFും നൽകിയപ്പോൾ തീർച്ചയായും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മെറിറ്റ് നോക്കി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനവിരുദ്ധ സമീപനവുമായി മുന്നോട്ട് പോവുകയാണ്. വയനാടിൻ്റെ വികസന പ്രവർത്തനത്തിന് ഒരു താല്പര്യവും കാണിക്കാത്ത ഒരു ഗവൺമെന്റ്, വയനാട്ടിൻ്റെ റെയിൽവേയുടെ കാര്യത്തിൽ, വയനാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, വയനാട്ടിലെ ബദൽ പാത റോഡുകളുടെ കാര്യത്തിലൊക്കെ ഈ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഈ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനങ്ങൾക്ക് എതിരായി ജനവിരുദ്ധ സമീപനവുമായി മുന്നുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെന്റിന്റെ ദുർഭരണം മാറണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് വയനാട് ജില്ലയിലെ 3 സീറ്റും കൽപ്പറ്റയിൽ ടി സിദ്ദീഖും, ബത്തേരിയിൽ IC ബാലകൃഷ്ണനും, മാനന്തവാടിയിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് UDF നേതൃത്വം നൽകിയിരിക്കുക. ഈ 3 സീറ്റും UDF ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കും. ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ജില്ലക്കകത്തും സംസ്ഥാനത്തുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വയനാട് ജില്ലയിലെ 3 സീറ്റുകൾ വിജയിക്കുന്ന പ്രവർത്തനത്തിന് UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. കൽപ്പറ്റയിൽ ഇന്നലെ ടി സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടൻ തന്നെ UDFിന്റെ പ്രവർത്തകർ കൽപ്പറ്റയിൽ നടത്തിയിട്ടുള്ള റോഡ് ഷോ, ഇന്ന് ബത്തേരിയിലും മാനന്തവാടിയിലും UDF സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള റോഡ് ഷോ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് ഒരു അടുക്കും ചിട്ടയുള്ള പ്രവർത്തനത്തിൽ നേതൃത്വങ്ങൾ. ഇനി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 21-ാം തീയതി ബത്തേരിയിലും 22-ാം തീയതി മാനന്തവാടി കൽപ്പറ്റയിലും നടക്കുക.
അതിനുശേഷം പഞ്ചായത്ത് തല കൺവെൻഷനുകൾ, ബൂത്ത് തല കൺവെൻഷനുകൾ, ഹൗസ് ക്യാമ്പയിൻ തുടങ്ങിയ പ്രവർത്തനത്തിന് UDF നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അധികാരത്തിൽ നിന്ന് മാറ്റി ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം, വികസന പ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ ജില്ലക്കകത്ത് സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ വയനാട് ജില്ലയിലെ 3 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി മാന്യ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുക.